എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും അവൾ നൃത്തം പരിശീലിച്ചു. കലാക്ഷേത്രയിലെ നൃത്തോത്സവത്തിന് ഒരാഴ്ച മുമ്പ് തൃക്കോട്ടൂർ അമ്പലത്തിലെ കഥകളിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അവൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മനസ്സ് മടിച്ചാണെങ്കിലും കഥകളിയോടുള്ള ഭ്രമം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. മഴ പെയ്തുകൊണ്ടിരുന്ന ആ രാത്രിയിൽ വഴിക്ക് വെച്ച് വണ്ടി കേടായി. വണ്ടി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കണ്ടത് എൻ്റെ കിടപ്പറയിൽ കിടക്കുന്ന എൻ്റെ ഭാര്യയും അവളുടെ കാമുകനെയുമായിരുന്നു. ഞാനല്ലാതായി. ഒടുവിൽ ഞാൻ സമ്മാനിച്ച സ്വർണ്ണ ചിലങ്കകൾ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. രാഗതാളങ്ങൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴ അവിടെ ആരംഭിച്ചു. പിന്നെ എനിക്ക് വാശിയായിരുന്നു. സുന്ദരികളായ കലാകാരികളെ വശീകരിച്ച് ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓരോ രാത്രിയിലും അവരെൻ്റെ കിടക്കറ പങ്കിട്ടു. ഞാൻ എൻ്റെ ജീവിതത്തോട് തന്നെ പകരം വീട്ടുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ സ്വയം നശിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം കിട്ടിയപ്പോഴും സ്നേഹം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. വ്യർത്ഥമായ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത എനിക്കപ്പോഴാ ബോധ്യമായത്. വാസു, ഹൃദയം നിറയെ സ്നേഹിക്കാൻ സർവ്വ ഐശ്വര്യങ്ങളുമായി ഹൃദയശുദ്ധിയുള്ള ഒരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം ചെയ്തവനാ നീ. ഞാൻ മരിച്ചാൽ പോലും ആരും എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഒക്കെ എൻ്റെ കർമ്മഫല. ഇപ്പൊ എനിക്ക് വല്ലാത്ത മനസമാധാനവും സ്വസ്ഥതയും തോന്നുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വേദന പോലും സുഖകരമായൊരു നിർവൃതിയാണ് എനിക്ക്. ഇതാര് ദാസനോ? നീ വന്നോ മോനെ? വരേണ്ടി വന്നു. ഇതെല്ലാം അമ്മയ്ക്കുള്ളതാ. ദശമൂലാരിഷ്ടം, ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദം, ഇത് ഉണ്ണിക്കണ്ണന് നിവേദിച്ച ഉണ്ണിയപ്പം. നിവേദ്യം അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇല്ല ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇത് അമ്മ അങ്ങോട്ട് എടുത്താൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. ഇനി നീ ഒരിടത്തും പോണ്ട മോനെ. ഇല്ലമ്മ, എനിക്ക് ഉടനെ പോണം. ഞാനിപ്പോ ബിസിയാണ്. അപ്പൊ നീ നിർമ്മലയെ കാണുന്നില്ലേ? എനിക്കിവിടെ അമ്മയല്ലാതെ ആരെയും കാണാനില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പോയപ്പോ പോകല്ലേ മോനെ ദാസ എന്ന് പറഞ്ഞ് എന്നെ വിലക്കിയത് അമ്മയാണ്. അമ്മയാണ് എന്റെ കാണപ്പെട്ട ദൈവം. പെറ്റമ്മയെ ഞാൻ മറന്നാലും അമ്മായിമ്മയെ മറക്കാൻ എന്നെ കൊണ്ടാവില്ല. നീ നല്ലവനാ മോനെ. നിനക്ക് മാത്രമേ അമ്മയുടെ സ്നേഹമുള്ളൂ. ഞാൻ പെറ്റ ആൺസന്തതികളെല്ലാം അച്ഛന്മാരുടെ വാക്ക് ദൈവവാക്കെന്ന് പറഞ്ഞ് നടക്കുക. അനുഭവിക്കും, അതുങ്ങളെല്ലാം അനുഭവിക്കും. എന്റെ മക്കൾ ഇനി എങ്ങോട്ടും പോണ്ട. മോനിവിടെ ഇരിക്കേ. അമ്മ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നു. ഇരിക്കും മോനെ. എന്റെ ഈശ്വര, ദാസേട്ടൻ വന്നോ? ഓരോ അലവലാദികൾ വല്ലതും പറഞ്ഞു എന്ന് കരുതി എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആരെന്ത് തെറ്റ് ചെയ്താലും നിന്റെ അമ്മ ഒരാളെ കരുതിയാണ് ഞാനിപ്പോ വന്നത്. ഇനി ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് വേണേ എന്റെ കൂടെ വരാം. ഞാൻ പഴയ പോലെ വേലയും കൂലിയും ഒന്നും ഇല്ലാത്ത വെറും ദാസനല്ല. ഞാനൊരു ബാലെ ട്രൂപ്പിൽ പാടാൻ പോകുന്നതുകൊണ്ട് എനിക്ക് മാസം 3000 രൂപ സാലറി കിട്ടും. അല്ലറ ചില്ലറ വേറെ. ഇന്ന് ഏതായാലും ദാസേട്ടൻ പോണ്ട. പ്രോഗ്രാം ഉള്ളപ്പോ മാത്രം പോയിട്ട് വന്നോളൂ. പോടി, നീ പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കില്ല. അമ്മ പറഞ്ഞാൽ അത് പരിഗണിക്കണോ വേണ്ടോ ഒന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. ദാസൻ ഇനി എങ്ങോട്ടും പോണ്ട. ഇവിടെ നിന്റെ ഭാര്യയല്ലേ മോനെ? അമ്മ പറയുന്നത് നിഷേധിച്ചാൽ ഈശ്വര കോപം കിട്ടുമെന്ന് ഭയന്നാ ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നത്. നീ ഇവനെയും കൂട്ടി അകത്തേക്കല്ലേ? വാ ചേട്ടാ. വരൂ ചേട്ടാ. വരൂ ചേട്ടാ. വരൂ. എനിക്ക് വളരെ സന്തോഷമായി ചേട്ടാ. സന്തോഷിക്കാൻ വരട്ടെ. ഇന്ന് നീ എനിക്കൊരു വാക്ക് തരണം. വാക്കോ? ഇത്രയും നാൾ ജോലി ഇല്ലാത്തവനായതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നീ എനിക്ക് ലോക്ക് ഇട്ടിരിക്കായിരുന്നു. ഇന്ന് മുതൽ അത് പാടില്ല. മാസം 3000 രൂപ ശമ്പളം പറ്റുന്ന ഒരു ജോലിക്കാരനാണ് ഞാൻ. നീ ഒറ്റ പ്രസവത്തിൽ 3000 കുട്ടികളെ പ്രസവിച്ചാലും അവറ്റകളെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അണ്ടർസ്റ്റാൻഡ്? പോയി ഒരു ഗ്ലാസ് പാലെടുത്തുണ്ടടി. മീശയില്ലല്ലോ. സ്വപ്നസുന്ദരി, സർപ്പത്തിന് തിരി തെളിയുകയാണല്ലേ? നല്ലത്, വളരെ നല്ലത്. പക്ഷേ സർപ്പകോപം ഉണ്ടാകാതെ നോക്കണം. 4-5 ദിവസമായി സ്വപ്നസുന്ദരിയെ ഒന്ന് തനിച്ചു കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴാ സന്ദർഭം കിട്ടിയത്. ഇങ്ങോട്ട് പോകുന്നു. ഉണ്ണിമായ സ്വപ്നസുന്ദരിയാണെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? ഞാൻ
ഞാനിപ്പോ ജയഭാരത് തിയേറ്റേഴ്സിലെ പാട്ടുകാരനാണ്. രാജസേനം മാഷല്ല ഇപ്പോൾ ഇത് നടത്തുന്നത്. ഡാൻസർ ഉദയലാലാണ്, സ്വപ്ന സുന്ദരിയുടെ പഴയ നായകൻ. ബാലെ ട്രൂപ്പിൽ വെച്ച് ഉദയനുമായി അടുപ്പത്തിലായിരുന്നെന്ന് കേട്ടു. അനാവശ്യം പറയരുത്. അനാവശ്യം പ്രവർത്തിക്കാം, പറയാൻ പാടില്ലല്ലേ. ഉദയന്റെ കൂടെ കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിൽ പോയതും അനാവശ്യമാണെന്ന് സ്വപ്ന സുന്ദരിക്ക് പറയാൻ പറ്റുമോ? അന്ന് രാത്രി മുഴുവൻ അയാളുടെ മണിയറയിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുലർച്ചെ തിരിച്ച് വീട്ടിലെത്തിയതും അനാവശ്യമാണെന്ന് പറഞ്ഞ് ചാരിത്രവതിയാകാൻ നോക്കണ്ട. എല്ലാം കഴിഞ്ഞ് അയാൾ വാസുദേവനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ച് വിവാഹ സമ്മാനമായി ഒരു കൊച്ചിനെയും തന്നു. ശരിയല്ലേ? വിഷമിക്കണ്ട, ഞാൻ പുറത്ത് ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ തിരിച്ച് എന്നോടൊരു കരുണ ഉണ്ടാവണം. ഏറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹമാണിത്. പട്ടി കടുവറ മോനെ, സ്വന്തം പെങ്ങളെ കെട്ടിയെന്ന് വെച്ച് വൃത്തിയാട് കാണിച്ചിട്ടുണ്ടല്ലോ. അവൾ ആരാന്നാ വിചാരിച്ചത്? അന്ന് ശ്രീകുട്ടി വന്നപ്പോ അവളെ രാത്രി കയറി പിടിക്കാൻ നോക്കി. അന്ന് അടിച്ചിറക്കണ്ടായിരുന്നു. നീ മിണ്ടിപ്പോവരുത്. ഉടനെ ഇവനെ പിടിച്ചോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയ എല്ലാരും കൂടെ അവളെ ഉപദ്രവിക്കാൻ. അവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിലും അഭിമാനത്തോടെ ജീവിക്കുന്നവളാ. അഭിമാനം നിർത്തടാ. നിന്റെ ഭാര്യയുടെ ഗുണവതി ആരൊന്നും എന്നോട് വിസ്തരിക്കരുത്. കണ്ട ബാലെ ട്രൂപ്പിലൊക്കെ കണ്ണി കണ്ടവരോടൊപ്പം രാപകലെന്നില്ലാതെ നിറങ്ങിയ നിന്റെ ഭാര്യയുടെ മാഹാത്മ്യം എന്റെ അടുത്ത് വിളമ്പരുത്. നീ നാറിപ്പോവും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമാണോ നിന്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കടാ. രാമനാഥന്റെ ബംഗ്ലാവിൽ അയാളോടൊപ്പം ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞവളാണ് നിന്റെ ഭാര്യ. എന്റെ ഉണ്ണിയെ പറ്റി വൃത്തിയോട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളെ എല്ലാത്തിനും ഞാൻ. തെളിയിക്കാൻ സാക്ഷിയെ കൊണ്ടുവരണോ? ഉണ്ണിമായ രാമനാഥന്റെ ബംഗ്ലാവിൽ എത്തിച്ച ഉദയനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അയാളുടെ ട്രൂപ്പിലാണ് ഞാനിപ്പോ പാടുന്നത്. നിന്നെ പറ്റിച്ച് രാമനാഥൻ ആ പെണ്ണിനെ നിന്റെ തലയെ കെട്ടിവെച്ചതാ. അല്ലെങ്കിൽ അവൾ 9-ാം മാസം പ്രസവിക്കുവോ? കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി മുഴുവൻ അന്തി ഉറങ്ങിയ പെണ്ണ്. രാമനാഥനെ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയില്ലേ? രാമൻ കണിയാൻ കുട്ടിയുടെ ജാതകം നോക്കി പറഞ്ഞത് അച്ചട്ടായില്ലേ? കൊച്ചിന്റെ പിതാവിന് 6 മാസത്തിനകം എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. എന്നിട്ട് നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്താ? കുട്ടിയുടെ യഥാർത്ഥ തന്ത നീ അല്ല, ആ കണ്ണോത്ത് രാമനാഥനാണ്. അതാണ് 6 മാസം തികയുന്നതിന് മുമ്പേ അയാൾ ആക്സിഡന്റായി ആശുപത്രിയിലായത്. മനസ്സിലായോടാ നിനക്ക്? സത്യം പറഞ്ഞോണം, നീ രാമനാഥന്റെ ബംഗ്ലാവിൽ പോയിട്ടുണ്ടോ? ഒരു രാത്രി മുഴുവൻ നീ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടോന്ന് പറയാൻ. ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ശരിയാണല്ലേ? എന്തിനാണ് നീ അവിടെ പോയത്? ഞാൻ മനസ്സറിവോട് പോയതല്ല വസട്ട. ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു ഉദയൻ ബാലയ്ക്കെന്നും പറഞ്ഞ് എന്നെ ചതിച്ചു കൊണ്ടുപോയത്. അല്ലാതെ മതി, ഇനി ഒന്നും നീ പറയണ്ട. ആദ്യം ബാലേക്ക് പോയ കാര്യം മറച്ചു വെച്ചു, പിന്നെ മൊല്ലാക്കയുടെ കാര്യം. ഇപ്പൊ രാമനാഥന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി മുഴുവൻ. വാസുട്ടൻ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ എന്റെ പേരിൽ തമ്മിൽ പോലും തൊട്ടിട്ടില്ല. നമ്മുടെ മോളാണ് സത്യം. നമ്മുടെ മോളോ? എന്റെ മോള് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? എല്ലാ വിശുദ്ധിയോടും കൂടിയാണ് ഞാൻ വാസുവേട്ടന്റെ ഭാര്യയായത്. നീ അത്രയ്ക്ക് പരിശുദ്ധിയായിരുന്നെങ്കിൽ വിവാഹരാത്രിയിലെങ്കിലും ഈ സത്യം എന്നോട് തുറന്നു പറയായിരുന്നു. രാമനാഥനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞപ്പോഴൊക്കെ നീ അയാളെ അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിച്ചു. ബുദ്ധിപൂർവ്വം എല്ലാം മറച്ചു വെച്ചു. ഇല്ല വാസുവേട്ട, രാമനാഥനെ കുറിച്ച് വാസുവേട്ടൻ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോഴൊക്കെ ഒരു രാത്രി ഞാൻ അയാളുടെ ബംഗ്ലാവിൽ തങ്ങിയെന്ന് പറഞ്ഞ വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയ. ഇനിയും എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കണ്ട. രാമനാഥൻ ആരാണെന്ന് എനിക്കറിയാം. താനായിരുന്നു? വാ വാ ഇരിക്കെ. പാതിരാത്രിക്കാരാ പതിവില്ലാത്തൊരു സന്ദർശകനെന്ന് ആലോചിക്കായിരുന്നു. താനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെൺകുട്ടികളെയും കൂട്ടി വന്ന് ഏതെങ്കിലും പിമ്പായിരിക്കും എന്ന് കരുതിയല്ലേ? വാസു, നീ എന്തായി പറയുന്നത്? നിങ്ങളൊരു ചതിയനാണ്, സ്വാർത്ഥനാണ്, നീചനാണ്. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിയ പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചു. വാസു, ഒരു പെണ്ണിന് വശീകരിച്ച് അവൾക്ക് വയറ്റിലുണ്ടായപ്പോ സമർത്ഥമായി കൈയൊഴിഞ്ഞ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. അതേടാ, വൃത്തികെട്ടവൻ. പക്ഷെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ രാമനാഥന് കഴിയും. ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയണ്ട. പക്ഷെ സത്യം നീ മനസ്സിലാക്കണം. അച്ഛനില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ ഒരു പിമ്പ് ഇവിടെ എത്തിച്ചു. സത്യം അറിഞ്ഞപ്പോ ഒരു കൂടപ്പറപ്പിനെ പോലെ കരുതി ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അവളെ സ്വന്തമാക്കാനല്ല ഞാൻ മോഹിച്ചത്. അനുരൂപനായ ഒരുവന് നൽകി കന്യാദാനത്തിന്റെ പുണ്യം നേടാൻ. ഒരു രാത്രി മുഴുവൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ അവളെ പുണ്യവതിയാക്കി എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അതെ, ഒരു രാത്രി മുഴുവൻ അവൾ ഇവിടെ കഴിഞ്ഞു, ഈ വീട്ടിൽ. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു രാത്രി കഴിഞ്ഞു എന്ന് വെച്ച് സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ
അച്ഛനും മകളും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും ഒരുമിച്ചൊരു മുറിയിൽ ഉറങ്ങാറില്ലേ? അതിനെന്തർത്ഥമാണ് നീ കാണുന്നത്? ഒരു രാത്രി കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയതിന്റെ 1000-ൽ 1 അംശം പോലും ഇത്രയും കാലം അവളോടൊപ്പം ജീവിച്ച നീ മനസ്സിലാക്കിയില്ലല്ലോ. നിനക്കറിയോ, മാനം കാക്കാൻ വേണ്ടി സ്വന്തം പ്രാണം പോലും കളയാൻ മടിയില്ലാത്തവളാണ് നിന്റെ ഭാര്യ. വാസു, ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ കാണാത്ത അഭിമാനിയായ ഒരു പെൺകുട്ടിയെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു. ഇതാ, അതിമനോഹരമായി. ഇത് വാങ്ങിയില്ല. നിന്നെ എനിക്കിഷ്ടമായി. നൃത്തം ചെയ്യുന്ന ഒരു കലാകാരി ഒരിക്കലും ചിലങ്കകൾ വലിച്ചെറിയാൻ പാടില്ല. എത്ര വലിയ നാട്യ ചക്രവർത്തിനിയായാലും ചിലങ്കകളില്ലെങ്കിൽ നൂപുരധ്വനികൾ ഉണ്ടാവില്ല, ചുവടുകൾക്ക് താളമേളങ്ങൾ ഉണ്ടാവില്ല. നിന്റെ നൃത്തം എനിക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവന് ഈ രാമനാഥൻ. നിനക്ക് എന്ത് വേണേലും ചോദിക്കാം. ഓശാരമായി എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. കടപ്പാട് എപ്പോഴും ഇങ്ങോട്ടേ ആകാവൂ. എന്താ പോരെ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെന്നുണ്ടോ? നൃത്തം കാണാനായി മാത്രം ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാറില്ല. പക്ഷെ നിന്നോട് കമ്പം കയറിയത് നിന്റെ നൃത്തം കണ്ടിട്ടാണെന്ന് മാത്രം. എന്ന് വെച്ച് നിന്റെ നൃത്തം കൊണ്ട് മാത്രം വേണ്ട. അങ്ങനെ എല്ലാം വിലക്ക് വാങ്ങുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. മാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആടിയത്. പ്രാണൻ വെടിഞ്ഞാലും മാനം കളയരുതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ലെന്ന് വരാം. പക്ഷേ ഇവിടുന്ന് പുറത്തു കിടക്കുന്ന ആ നിമിഷം പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഇതെല്ലാം പണ്ടത്തെ പെണ്ണുങ്ങളുടെ ജൽപ്പനങ്ങളാണ്. അതെ, ഞാൻ വളരെ പണ്ടേ ജനിക്കേണ്ടവളായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നേരത്തെ മരിക്കാനും എനിക്ക് ഭയമില്ല. എന്നെ നിനക്ക് ബോധിച്ചില്ലെങ്കിൽ വേണ്ട. ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെയും രാമനാഥൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താറില്ല. രാമനാഥന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പെണ്ണും എന്റെ സമ്മതത്തോടെ അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്റെ വായ്മുനയ്ക്ക് മുന്നിൽ പ്രതികരിച്ച ആദ്യത്തെ പെണ്ണാണ് നീ. എനിക്കിപ്പോ നിന്നോട് ബഹുമാനം തോന്നുന്നു. പറയൂ, എവിടെയാ നിന്റെ വീട്? കുടമാളൂര്. കുടമാളൂര്? കുടമാളൂര് പ്രശസ്തനായ ഒരു കഥകളി ആചാര്യൻ ഉണ്ടായിരുന്നല്ലോ, മേലടത്ത് മാധവൻ നായർ. അദ്ദേഹത്തിന്റെ മകളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ? ഉദയ, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. പൊയ്ക്കോ. പേടിക്കണ്ട. ഇനി എന്താ കുട്ടിക്ക് ഞാൻ ചെയ്യേണ്ടത്? എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. തനിച്ചു പോയാൽ ഉദയനെ തിരിച്ചു വിളിച്ച് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിയ അവൻ എന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. ഇവിടുന്ന് കിട്ടിയ ദയ വേറെങ്ങും കിട്ടിയെന്ന് വരില്ല. കുട്ടിക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോണം. വിരോധമില്ല. പക്ഷെ ബാലേക്കെന്ന് പറഞ്ഞ് പോന്നിട്ട് എന്റെ കാറിൽ പാതിരാത്രിക്ക് മടങ്ങി ചെല്ലുമ്പോ വീട്ടിലുള്ളവർ എന്താ വേണ്ടത് കുട്ടിക്ക് തീരുമാനിക്കാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുറിയിൽ ഭദ്രമായി കുട്ടിക്ക് കഴിയാം. കഥ കടച്ച് സുരക്ഷിതമായി കിടന്നുറങ്ങാം. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം. ആദ്യമായിട്ടൊരു പെണ്ണിനോട് ബഹുമാനം തോന്നിയെങ്കിൽ അത് ഉണ്ണിമായോടാണ്. എന്റെ ഈ മാറ്റത്തിനും മാനസാന്തരത്തിനും ഒക്കെ കാരണം സത്യത്തിൽ അവളാ. അതുകൊണ്ടാണ് നീയും അവളും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ മുൻകൈയെടുത്തത്. നീ അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ. അതിനുവേണ്ടിയാണ് ഞാൻ കിട്ടുണ്ണിയെ പറഞ്ഞയച്ചതും അവൾ പോലും അറിയാതെ അവളുടെ കല്യാണത്തിനുള്ള ആഭരണങ്ങൾ കിട്ടുണ്ണിയുടേതാണെന്ന് പറഞ്ഞ് അവൾക്ക് നൽകിയത്. ഞാനാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ സ്വീകരിച്ചില്ലെങ്കിലോ? ഒക്കെ നല്ലതിനു വേണ്ടിയായിരുന്നു വാസു. മേലടത്ത് മാധവൻ നായരുടെ മകളെ നിനക്ക് കിട്ടിയത്
നിന്റെ മുജ്ജന്മ സുഹൃതമാണെന്ന് കൂട്ടിക്കോളൂ. രാമേട്ടാ, ഞാൻ സാരമില്ല, ചെല്ല്. നിനക്ക് അവളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തണം. വരട്ടെ.